പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചടക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:3-4 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു: നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും വിശുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു. നാം കഠിന ഹൃദയരായി മാറി ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പോയി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നാം മാനസാന്തരപ്പെട്ട് ഹൃദയ വിശുദ്ധിയുള്ളവരായി ശിശുക്കളെ പോലെ നിർമ്മല ഹൃദയം ഉള്ളവരായാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 1 തെസ്സലോനിക്ക 4:3-ലും 4:7-ലും തിരുവചനം പറയുന്നു: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 പത്രോസ് 5:1-15 തിരുവചനം പറയുന്നു: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി അത്യാവശ്യമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധി ലഭിക്കുവാൻ എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മെ സ്വാധീനിക്കുന്ന, പ്രലോഭനങ്ങളിൽ വീഴ്ത്തുന്ന ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇവയെല്ലാം നാം ഉപേക്ഷിക്കണം. നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തവയെല്ലാം നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഇതിന് ബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചടക്കും എന്ന് പറഞ്ഞത്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ദൂരെ എറിയണമെങ്കിൽ നമുക്ക് ദൃഢമായ തീരുമാനവും ബലപ്രയോഗവും നാം നടത്തണം. ലോകം മുഴുവൻ സാത്താൻ്റെ കരവലയത്തിലാണ്. അവൻ്റെ കെണിയിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ നാം ആത്മീയ സമരത്തിന് തയ്യാറാകണം. എഫേസോസ് 6:11 സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സത്യവും നീതിയും വിശ്വാസവും സമാധാനവും എല്ലാറ്റിലും ഉപരിയായി ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുത്തു വേണം നാം സമരത്തിന് ഇറങ്ങുവാനായിട്ട്. സാത്താനുമായുള്ള യുദ്ധത്തിൽ നാം വിജയിക്കണമെങ്കിൽ ബലപ്രയോഗം ആവശ്യമാണ്. ബലവാന്മാരാണ് സ്വർഗരാജ്യം പിടിച്ചടക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ നാം നമ്മുടെ ദുരാശകളോടും ഈ ലോകത്തോടുള്ള നമ്മുടെ അമിതമായ അഭിലാഷങ്ങളോടും താല്പര്യങ്ങളോടും നാം ബലം ഉപയോഗിച്ച് തന്നെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും യേശു ആവശ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ആക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരവും സ്വാർത്ഥതയും അതുപോലെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും എല്ലാം നാം ഉപേക്ഷിക്കണം. ഇതിനെല്ലാം നമുക്ക് ആത്മബലം ആവശ്യമാണ്. അതിനുള്ള ശക്തി പകരുന്നത് നമ്മുടെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ്. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും ആത്മധൈര്യവും ബലവും എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.